നമസ്കാരം. ഹൈന്ദവ ഭവനങ്ങളിൽ എല്ലാവരും നിത്യവും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ്. രാവിലെയും വൈകുന്നേരവും വീടുകളിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭവനത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഈശ്വരാനുഗ്രഹവും വന്നുചേരാൻ കാരണമാകുന്നതാണ്. വിളക്ക് കൊളുത്തുമ്പോൾ നിർബന്ധമായും ഈ 5 വസ്തുക്കൾ പൂജാമുറിയിൽ വയ്ക്കുക. ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപങ്ങളാണ് ഈ 5 കാര്യങ്ങൾ. അതായത് ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം. വിളക്ക് കൊളുത്തുമ്പോൾ കിണ്ടിയിൽ ജലം നിർബന്ധമായും വയ്ക്കുക. കിണ്ടിയിൽ ജലം വയ്ക്കുന്നത് പല പൂജകളിലും പല രീതിയിലാണ്. സാധാരണ പൂജാമുറിയിൽ വയ്ക്കുന്നത് ഒരു കിണ്ടിയിലായിരിക്കും വെള്ളം വയ്ക്കുന്നത്. കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് കൊളുത്തുന്ന വിളക്കിന് അഭിമുഖമായി കിഴക്കോട്ട് ദർശനമായിരിക്കുമ്പോൾ നമ്മുടെ വലതുകൈ വരുന്ന ഭാഗത്തായിരിക്കണം കിണ്ടി വെക്കേണ്ടത്. കിണ്ടിയുടെ വാൽ കിഴക്കുദിശയ്ക്ക് അഭിമുഖമായാണ് വരേണ്ടത്. കിണ്ടി തറയിൽ വെക്കാൻ പാടുള്ളതല്ല. കിണ്ടിയിലെ ജലം ഗംഗാജലത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ജലം തീർത്ഥമായി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ദിവസവും കിണ്ടിയിലെ ജലം മാറ്റേണ്ടതാണ്. കിണ്ടിയിലെ ജലം മാറ്റുമ്പോൾ അത് കൊണ്ടുപോയി ഒരു തുളസിയുടെയോ ചെത്തിയുടെയോ അങ്ങനെ എന്തെങ്കിലും ചെടിയുടെ ചുവട്ടിൽ വേണം ഈ കിണ്ടിയിലെ ജലം ഒഴിക്കാൻ. അല്ലാതെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു കളയാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം വരുത്തുന്നതാണ്.